ഏതൊക്കെയായാലും നമ്മൾ ഈ പട്ടികയിൽ പ്രതീക്ഷിച്ചിരുന്ന മറ്റു രണ്ട് പേരുകളാണ് ശോഭാ സുരേന്ദ്രൻ, അനൂപ് ആന്റണി അല്ലെങ്കിൽ MT രമേശ്. ഇവർ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ കൂടി ദേശീയ ജനറൽ സെക്രട്ടറിമാരാകും എന്ന് കരുതിയിരുന്നു. AP അബ്ദുള്ളക്കുട്ടി BJPയുടെ ദേശീയ ഉപാധ്യക്ഷനായതിനു ശേഷം ദേശീയ തലത്തിൽ എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJPക്ക് പോലും അറിയാൻ പാടില്ല. അധികാരമില്ലാത്ത ഒരു പാർട്ടിയുടെ കൂട്ടത്തിൽ മുൻപോട്ട് പോകാനായിട്ട് AP അബ്ദുള്ളക്കുട്ടിക്ക് സാധിക്കത്തില്ല. ഈ അധികാരത്തിൻ്റെ ഒരു സുഖം നമ്മളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ യാതൊരു പ്രയോജനവും BJPക്ക് ഇല്ലാത്ത ഒരാളെ BJPയുടെ ചെലവിൽ ഇങ്ങനെ എന്തിന് മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്ത BJPക്ക് അകത്തുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. നമസ്കാരം. BJP ദേശീയ നേതൃത്വത്തിൽ വൻ അഴിച്ചുപണി നടത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ സർപ്രൈസ് അല്ലെന്ന് തോന്നുന്നു K സുരേന്ദ്രനും അനിൽ ആന്റണിയും ദേശീയ സെക്രട്ടറിമാരാവാണ്. ഇതിനൊപ്പം തന്നെയുള്ള മറ്റൊരു കാര്യമാണ് AP അബ്ദുള്ളക്കുട്ടിയെ ദേശീയ ഭാരവാഹിത്വത്തിൽ നിന്ന് പൂർണ്ണമായും പാർട്ടി ഒഴിവാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ CPM നിന്നാണ് തുടക്കം. അവിടെ അത്യാവശ്യം മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ തോൽപ്പിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനാവുന്നു. പിന്നീട് 2009 സമയത്ത് എന്തോ പാർട്ടി സിറ്റിംഗ് MLA ആയിരിക്കുമ്പോൾ പുറത്താക്കാണ്. അതിനുശേഷം കോൺഗ്രസ്സിൽ പോകുന്നു, അവിടെയും ജയിക്കുന്നുണ്ട്. ഇതിനുശേഷം 2019 സമയത്താണെന്ന് തോന്നുന്നു BJPയിലേക്ക് ചാടുന്നത്. പക്ഷെ അവിടെ ചെന്ന വഴിക്ക് തന്നെ അത്യാവശ്യം പദവികളും ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഒരാളെന്ന നിലയിൽ BJP അതുപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് നേരത്തെ തന്നെ ഒരുവിധം അപ്രസക്തനായ ഒരാളാണ്. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും ഏകദേശം ഔട്ടായിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും AP അബ്ദുള്ളക്കുട്ടി എന്ന രാഷ്ട്രീയക്കാരൻ്റെ ഭാവി? AP അബ്ദുള്ളക്കുട്ടിയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ BJPയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ദേശീയ തലത്തിൽ വന്നിരിക്കുന്ന അഴിച്ചുപണിയിൽ കേരളത്തിൽ നിന്നും K സുരേന്ദ്രനും അതോടൊപ്പം തന്നെ അനിൽ ആന്റണി നേരത്തെയും BJPയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു. അതുകൂടാണ്ട് BJPയുടെ വക്താവ് കൂടിയാണ് അനിൽ ആന്റണി എന്നെനിക്ക് തോന്നുന്നു. ഏതൊക്കെയായാലും നമ്മൾ ഈ പട്ടികയിൽ പ്രതീക്ഷിച്ചിരുന്ന മറ്റു രണ്ട് പേരുകളാണ് ശോഭാ സുരേന്ദ്രൻ, അനൂപ് ആന്റണി അല്ലെങ്കിൽ MT രമേശ്. ഇവർ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ കൂടി ദേശീയ ജനറൽ സെക്രട്ടറിമാരാകും എന്ന് കരുതിയിരുന്നു. അതുകൂടാതെ തന്നെ K സുരേന്ദ്രൻ നേരത്തെ സംസ്ഥാന BJPയുടെ അധ്യക്ഷനായിരുന്നു. ഈ സംസ്ഥാന BJPയുടെ അധ്യക്ഷനായിട്ടുള്ള ഒരാൾക്ക് ദേശീയ സെക്രട്ടറി എന്നതിനപ്പുറത്തേക്ക് ദേശീയ ജനറൽ സെക്രട്ടറി ആക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവിനെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കിയിരുന്നു എങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ BJPക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പോൾ അനിൽ ആന്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റീഷ്യനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ദേശീയ തലത്തിൽ അവരുടെ ഒരു ഓഫീസ് വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിർത്താം എന്നതിനപ്പുറത്ത് അതുകൂടാതെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമൊക്കെ ആയിട്ടുള്ള AK ആന്റണിയുടെ മകൻ അല്ലെങ്കിൽ മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ മകൻ എന്ന ഒരു കൺസിഡറേഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് അനിൽ ആന്റണിക്കുള്ളത്. ഈ ക്രിസ്ത്യൻ സമുദായത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടൊന്നും അനിൽ ആന്റണിയെ കേരള രാഷ്ട്രീയം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേറെ രീതിയാണത്. അതിനിടയിലാണ് ദേശീയ ഉപാധ്യക്ഷനായിരുന്ന AP അബ്ദുള്ളക്കുട്ടി BJPയുടെ ദേശീയ ഉപാധ്യക്ഷനായതിനു ശേഷം ദേശീയ തലത്തിൽ എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJPക്ക് പോലും അറിയാൻ പാടില്ല. ചില തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിലൊക്കെ ചിലയിടങ്ങളിലൊക്കെ പോയിട്ട് റീൽസ് ചിത്രീകരിക്കും, അതല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും എന്നതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇപ്പം അദ്ദേഹം ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നൊരു പദവി കൂടി അദ്ദേഹം വഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ നിന്നുള്ള AP അബ്ദുള്ളക്കുട്ടി സോളാർ വിവാദത്തിലൊക്കെ പെട്ടിരുന്നു. ഈ സോളാർ വിവാദത്തിൽ പെട്ടപ്പോഴത്തേക്കാണ് കേരളത്തിൽ താമസിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ കണ്ണൂർ താമസിക്കാൻ സാധിക്കാതെ അദ്ദേഹം നേരെ എങ്ങോട്ട് വെച്ചു പിടിച്ചത്? മംഗലാപുരത്തേക്ക് വെച്ചു പിടിച്ചിരിക്കുന്നത്. ഇപ്പം മംഗലാപുരത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരതാമസം എന്ന് പറയുന്നത്. നമ്മൾ ഈ അബ്ദുള്ളക്കുട്ടിയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കുന്ന സമയത്ത് 1990 SFI നേതാവായിരുന്ന ഈ നമ്മുടെ AP അബ്ദുള്ളക്കുട്ടിയെ ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നത് LDF ആണ്. അന്ന് അദ്ദേഹം SFIയുടെ നേതാവാണ്. ഒരു SFIക്കാരനായിട്ടുള്ള ഒരാൾക്ക്, അതും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് അംഗീകാരം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അന്ന് അദ്ദേഹത്തെ കണ്ണൂരിൽ നിന്ന് മത്സരിപ്പിക്കുകയും 2 പ്രാവശ്യം അദ്ദേഹം മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരാജയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. നല്ല ഒരു പെർഫോമർ ആയിരുന്നു ലോക്സഭയ്ക്കകത്ത് അബ്ദുള്ളക്കുട്ടി എന്ന കാര്യത്തിലൊന്നും ആർക്കും സംശയമൊന്നും വേണ്ട. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പായിരിക്കാം. ആ കയ്യിലിരിപ്പ് കൊണ്ട് ഇദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയതിന് ശേഷം ഇദ്ദേഹം കോൺഗ്രസ്സിൽ ചേരുന്നു. കോൺഗ്രസ്സിൽ ചേർന്നതിന് ശേഷം ഇദ്ദേഹം 2009 2011 കണ്ണൂരിൽ നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം കോൺഗ്രസ് വിട്ട്
പിന്നെ BJP-യിൽ എത്തുന്ന ഒരു കാഴ്ചയാണ്. 2016 തോറ്റിരുന്നു. 2016 അദ്ദേഹം കണ്ണൂർ പരാജയപ്പെട്ടു. തലശ്ശേരിയിൽ നിന്ന് ഇദ്ദേഹം AN ഷംസീറിനോട് പരാജയപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്. കാരണം AN ഷംസീറിനെ താനിപ്പം മലർത്തിയടിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാചകമൊക്കെ ആയിട്ടാണ് അദ്ദേഹം തലശ്ശേരിയിൽ മത്സരിക്കാൻ വേണ്ടി പോയത്. പക്ഷേ അവിടെ പരാജയപ്പെട്ട് വീട്ടിൽ കയറുന്ന ഒരു AP അബ്ദുള്ളക്കുട്ടിയെ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് K സുധാകരനും ഇദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് K സുധാകരനും AP അബ്ദുള്ളക്കുട്ടിയും പതുക്കെ അകലാൻ തുടങ്ങി. കാരണം K സുധാകരന്റെ തലയിൽ കയറി ഇരുന്ന് ഇങ്ങനെ പേൻ പെറുക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് K സുധാകരൻ പതുക്കെ ഒരു പേനെ എടുത്ത് കളയുന്ന പോലെ ഈ AP അബ്ദുള്ളക്കുട്ടി എടുത്ത് സൈഡ് ലൈൻ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ അഭയമില്ലാതെ നിൽക്കുന്ന സമയത്താണ് BJP-യുടെ ഒരു വരവ്. 2014 BJP അധികാരത്തിൽ വരുന്നു, 2019 വീണ്ടും അധികാരത്തിൽ വരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് 2019 ലോക്സഭാ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് ഒരു മീഡിയ ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അദ്ദേഹം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവാണ്. അപ്പോൾ മുൻ MP ആണ്, MLA ആണ്. ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് BJP വിചാരിച്ചു ഇതെന്തോ വലിയൊരു സംഭവമാണ് എന്ന് കരുതിയിട്ടാണ് BJP ഇദ്ദേഹത്തെ BJP-യിലേക്ക് ചേർക്കുന്നത്. അന്ന് ഞാൻ ഒരു ദേശീയ മുസ്ലിമാണ് എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള പരാമർശങ്ങളും ഒരുപാട് മോദി വചനങ്ങളൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം സ്വന്തം നാട്ടിലും മറ്റു പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്ന സമയത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു സംസാരം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇനി ഇദ്ദേഹം ഏത് പാർട്ടിയിലേക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇദ്ദേഹം ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാൻ സാധിക്കുന്ന ഒരാളാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരുപക്ഷെ ഇദ്ദേഹം ഇനി അടുത്തായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പാർട്ടി മുസ്ലിം ലീഗ് ആയിരിക്കും. കാരണം ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരീക്ഷിച്ചു, അവിടെ രക്ഷയില്ലാന്ന് കണ്ടു, അവിടുന്ന് ചവിട്ടി പുറത്താക്കി. അത് കഴിഞ്ഞ ശേഷം കോൺഗ്രസ്സിലെത്തി. കോൺഗ്രസ്സിൽ 2 പ്രാവശ്യം മത്സരിച്ച് വിജയിച്ചയാളാണ്. അത് കഴിഞ്ഞതിന് ശേഷം അധികാരം നഷ്ടപ്പെടുന്നതോടുകൂടി അധികാരമില്ലാത്ത ഒരു പാർട്ടിയുടെ കൂട്ടത്തിൽ മുൻപോട്ട് പോകാനായിട്ട് AP അബ്ദുള്ളക്കുട്ടിക്ക് സാധിക്കത്തില്ല. ഈ അധികാരത്തിൻ്റെ ഒരു സുഖം നമ്മളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് AP അബ്ദുള്ളക്കുട്ടി കടന്നു പോകുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഏതെങ്കിലും അടുത്ത പാർട്ടി മുസ്ലിം ലീഗ് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാരോടും ഒപ്പം നിൽക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ള കാലം ഇദ്ദേഹം മുസ്ലിം ലീഗിനോടൊപ്പം ചേരുമോ, മംഗലാപുരത്ത് നിന്ന് കേരളത്തിലേക്ക് തിരിച്ചു വരുമോ, അതോ ഈ പറഞ്ഞ കർണാടകയിൽ തന്നെ ഇദ്ദേഹം സ്ഥിരതാമസമാക്കി കർണാടകയിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുമോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം മുസ്ലിം ലീഗ് ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി ഓഫീസൊക്കെ എടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനത്തെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് അംഗീകരിക്കണം. എന്നാൽ മാത്രമേ അത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക്. അപ്പം ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി AP അബ്ദുള്ളക്കുട്ടി തിരിച്ച് മുസ്ലിം ലീഗിലേക്ക് ഒരുപക്ഷെ ചേർന്നേക്കാം. അങ്ങനെ മുസ്ലിം ലീഗിലേക്ക് ചേരുമ്പോഴും മുസ്ലിം ലീഗിന് ഇപ്പോൾ കേരളത്തിൽ അധികാരമുണ്ട്. കേന്ദ്രത്തിലെ ഒരു ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടിരുന്ന് അതിൽ നിന്നും അവർ മിക്കവാറും ഇപ്പോൾ തന്നെ മാറ്റും. നമുക്ക് BJP-യുടെ നേതൃത്വത്തിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ള ഉടനെ തന്നെ ആ രാജിക്കത്തും AP അബ്ദുള്ളക്കുട്ടിയുടെ കയ്യിൽ നിന്ന് BJP നേതൃത്വം എഴുതി വാങ്ങാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം ഒരുപാട് നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒരുപാട് ഈ മുസ്ലിം മൈനോറിറ്റിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ BJP-യുടെ ഭാഗമായിട്ട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ യാതൊരു പ്രയോജനവും BJP-ക്ക് ഇല്ലാത്ത ഒരാളെ BJP-യുടെ ചെലവിൽ ഇങ്ങനെ എന്തിന് മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്ത BJP-ക്ക് അകത്തുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം ഈ പറഞ്ഞ AP അബ്ദുള്ളക്കുട്ടി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ BJP-ക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ? കേരളത്തിലെ മുസ്ലിം മൈനോറിറ്റിയുടെ അടുത്ത് BJP-ക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു മുന്നേറ്റം ഈ പറഞ്ഞ അബ്ദുള്ളക്കുട്ടിയെ വെച്ച് നടത്താൻ വേണ്ടി സാധിക്കുമോ? അബ്ദുള്ളക്കുട്ടി ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും BJP അനുകൂല നിലപാടുള്ള മുസ്ലിം മൈനോറിറ്റിയിൽപ്പെട്ട ആളുകൾ വേണമെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും. അതേ അവസ്ഥയാണുള്ളത്. അപ്പോൾ ആദ്യം SFI, CPM, അതിനുശേഷം പിന്നീട് ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. എത്രയോ ആളുകൾ ഈ പറഞ്ഞ AP അബ്ദുള്ളക്കുട്ടിയേക്കാളും മിടുക്കരായിട്ടുള്ള ഒരുപാട് മുസ്ലിം മൈനോറിറ്റിയിൽപ്പെട്ട ആളുകൾ കണ്ണൂർ ഉള്ള സമയത്താണ് ഈ പറഞ്ഞ AP അബ്ദുള്ളക്കുട്ടിക്ക് CPM അവസരം കൊടുക്കുന്നത്. വളരെ ചുരുക്കം ആളുകൾക്ക് കിട്ടുന്ന അവസരമാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു SFI-കാരനായിട്ടുള്ള ഒരു നേതാവിന് CPM-നെ പോലുള്ള ഒരു പാർട്ടി സീറ്റ് നൽകുകയും അതിനുശേഷം പിന്നീട് CPM-നോട് നന്ദികേട് കാണിച്ച് കോൺഗ്രസിലേക്ക് വരികയും കോൺഗ്രസിനോട് നന്ദികേട് കാണിച്ച് BJP-യിൽ പോവുകയും BJP-ക്ക് യാതൊരുവിധ ഗുണവും ചെയ്യാത്ത ഒരു AP അബ്ദുള്ളക്കുട്ടിയെ തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല എന്ന തിരിച്ചറിവിൽ നിന്നുമാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്നും എടുത്ത് പുറത്തേക്ക് കളഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AP അബ്ദുള്ളക്കുട്ടി ഇനി എവിടേക്ക് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒരുപക്ഷെ അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് പോകാം എന്ന് ഞാൻ പറഞ്ഞു. ഇത് കൂടാതെ നമ്മളിപ്പോൾ ഇതിനകത്ത് എടുത്ത് പറയേണ്ട മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ സ്മൃതി ഇറാനി. കാരണം AP അബ്ദുള്ളക്കുട്ടിക്ക് പകരമായിട്ട് പ്ലേസ് ചെയ്യപ്പെട്ടേക്കുന്നതാണ്. പുതിയ 13ഓളം ഉപാധ്യക്ഷന്മാർ വന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട പേരാണ് ഞാനീ പറഞ്ഞ സ്മൃതി ഇറാനിയുടെ. ഈ സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിട്ട് അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ നേതാവാണ്.
എന്നാൽ അവരുടെ വായിലെ നാക്കുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം അവർ സഭയിൽ അവരുടെ ആക്ടിങ് ശൈലികളൊക്കെ ഉപയോഗിക്കുകയും അതിനനുസരിച്ച് അവർക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അവർക്ക് പല വകുപ്പുകളും കൊടുത്തു, മാനവ വിഭവശേഷി പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പ് അവർക്ക് കൊടുത്തു. പക്ഷേ ആ വകുപ്പുകളിലൊക്കെ അവർ മന്ത്രി എന്നുള്ള രീതിയിൽ പരാജയമായിരുന്നു. അവർ BJPക്കെതിരെ പ്രവർത്തിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നു തുടങ്ങിയതാണ്. ആ സമയത്താണ് ഇപ്പോൾ ഈ പറഞ്ഞ സ്മൃതി ഇറാനിയെ BJPയുടെ ദേശീയ ഉപാധ്യക്ഷയായിട്ട് നിയമിച്ചിരിക്കുന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. അതുകൂടാതെ തന്നെ പീയൂഷ് ഗോയലിനെയാണ് BJPയുടെ ട്രഷററായിട്ട് നിയമിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ അത്രയും ധനമുള്ള ഒരു ഖജനാവാണ് BJPയുടെ ഖജനാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഖജനാവിലെ സമ്പത്ത് മോദിജിയുടെയും അതോടൊപ്പം തന്നെ അമിത്ഷായുടെയും വിശ്വസ്തനായിട്ടുള്ള പീയൂഷ് ഗോയലിനെ തന്നെയാണ് ഇപ്രാവശ്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സുരേന്ദ്രനും അനിൽ ആന്റണിയും ദേശീയ സെക്രട്ടറിമാരായിട്ട് നിയമിച്ചിരിക്കുന്നു. ഈ രണ്ടുപേരെ ദേശീയ സെക്രട്ടറിമാരാക്കി നിയമിച്ചതിലൂടെ BJP ലക്ഷ്യം വെക്കുന്നത് സൗത്ത് ഇന്ത്യയാണ്. സൗത്ത് ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലായിരിക്കും ഇനി BJP ഏർപ്പെടുക എന്നുള്ളത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കരുതലെടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.